കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 6 ബേസിക് സയൻസ് എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ? നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നെയിം ദ ഓർഗാനിസം ഇൻ ദ ഗിവൺ പിക്ചർ. നൽകിയിരിക്കുന്ന ഈ പിക്ചറിലെ പേരെന്താണ്? നമുക്കറിയാം, നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ്. ഐഡന്റിഫൈ നെയിം ദ ഓർഗാനിസം ഇൻ ദ ഗിവൺ പിക്ചർ. ഫസ്റ്റ് വൺ പാരമീസിയം, സെക്കൻഡ് വൺ യുഗ്ലീന. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ടു ഒബ്സർവ് ദീസ് ഓർഗാനിസം. അത് എഴുതാനുള്ളതാണ്. സി ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സെൽ ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം ഇൻ ദ കറക്റ്റ് കോളം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. പ്ലാന്റ് സെൽ, ഇവിടെ എന്താ വരിക? അനിമൽ സെൽ. പ്ലാന്റ് സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലോറോഫിൽ ഈസ് പ്രസൻ്റ് ആണ്. അതുപോലെ സെൽ വോൾ ഈസ് നോട്ട് പ്രസൻ്റ് ആണ് അനിമൽ സെല്ല്. ഇവിടെ വരുന്നത് എന്താണ്? ബിഗ് വാക്യൂളി സീൻ, ഇവിടെ സ്മോൾ വാക്യൂളി സീൻ. ഓക്കെ, ഇതായിരുന്നു സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെയിം ദ പാർട്സ് മാർക്ക് 1, 2, 3, 4 ഇൻ ദ പിക്ചർ. പാർട്സ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ സ്റ്റിഗ്മ, സെക്കൻഡ് വൺ സ്റ്റൈൽ, തേർഡ് വൺ ആന്തർ, ഫോർത്ത് വൺ ഓവറി. ഇതായിരുന്നു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് occur in the following parts of a flower when it becomes a fruit? ഫ്രൂട്ട് ആകുമ്പോൾ ഈ പാർട്സിന് സംഭവിക്കുന്നത് എന്തെല്ലാമാണ്? അതെന്തായിട്ട് മാറുന്നു? നോക്കാം. പെഡിസിൽ എന്താണ്? ബിക്കം ദ പെഡിസിൽ ഓഫ് ദ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞെട്ട്. കൊറോള എന്താണ് ആകുന്നത്? വിതയുടെ, അതായത് കൊഴിഞ്ഞു പോവും, ഫോൾ ഡൗൺ. ഓവ്യൂൾ സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. സി ക്വസ്റ്റ്യൻ, ഇൻ സം പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ seen in separate flowers. Write the name of such flower. Cucumber, watermelon, അതൊക്കെ പംകിൻ, അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. Activity 3, observe the fruits given below. A question, which fruit is grown from a single flower? സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്രൂട്ട് ഏതാണ്? കസ്റ്റാർഡ് ആപ്പിൾ ആണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ജാക്ക് ഫ്രൂട്ട്സ് ആർ ഗിവൺ ബിലോ. ജാക്ക് ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് 4 സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി? 1 and 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ദ ഫ്ലവർ ദാറ്റ് അണ്ടർഗോസ് ഫെർട്ടിലൈസേഷൻ ബിക്കം ചക്കച്ചവണി. ദ ഫ്ലവർ ദാറ്റ് അണ്ടർഗോസ് ഫെർട്ടിലൈസേഷൻ ബിക്കം ചക്കച്ചുള. അങ്ങനെ 1 and 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. സി ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദെയർ ഫീച്ചേഴ്സ്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഗ്രൂപ്പ്. അത് ഗ്രൂപ്പ് ചെയ്യാനുള്ളതായിരുന്നു സി ക്വസ്റ്റ്യൻ വരുന്നത്. നാലാമത്തത്, ഒബ്സർവ് ദ പിക്ചർ ഓഫ് മൊബൈൽ ചാർജിങ്. റൈറ്റ് ദ എനർജി ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ആക്ടിവിറ്റി. ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. അല്ല ബി ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് എനർജി is changed to heat energy in an electric cooker. Write any 2 situations in which similar energy changes take place. അതായിരുന്നു ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എനർജി ഫോംസ് ഇൻ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ. ഫയർവുഡ് ബേണിംഗ് ഇൻ ആൻ ഓവൻ, ഹീറ്റ് എനർജി യൂസ്ഡ് ആയിട്ട് മാറുന്നു. അടുത്തുള്ളത് ലൈറ്റ് എനർജിയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നോട്ട് യൂസ്ഡ്. വർക്കിംഗ് ഓഫ് എ ജനറേറ്റർ, അതിൽ ഇലക്ട്രിക് എനർജിയാണ് യൂസ് ചെയ്യുന്നത്, അതിലുണ്ടാകുന്ന ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നില്ല, നോട്ട് യൂസ്ഡ്. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് ആൻ ഓണിയൻ സെൽ. ഇതൊരു ഓണിയൻ സെല്ലാണ്. അതിൻ്റെ ഫസ്റ്റ് വൺ സെൽ വാൾ, സെക്കൻഡ് വൺ സെൽ മെംബ്രെയിൻ, തേർഡ് വൺ ന്യൂക്ലിയസ്, ഫോർത്ത് വൺ സൈറ്റോപ്ലാസം. ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. ഇതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ദ പാർട്സ് ഓഫ് അനിമൽ ബോഡി ആർ മെയ്ഡ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് സെൽസ്.
കറക്റ്റാണ്. ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഓർഗാനിസം ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ സെൽ. നോ, തെറ്റാണ്. ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. യെസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് കറക്റ്റായിട്ട് വരുന്നത്. കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? The difference in the size of organism is due to the difference in the size of the cell. Size അല്ല, number of cell ആണ് കേട്ടോ. Which is the central part that controls that activities of a cell? കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. സെൻട്രൽ പാർട്ട് ന്യൂക്ലിയസ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, സിക്സ്ത് ആക്ടിവിറ്റി. Select necessary material from those given below to do an activity to explain in the change of state. Write the procedure. Ice, water, ice cream ball, string. ഇത് വെച്ച് മെറ്റീരിയൽസ് നീഡഡ്, പ്രൊസീജിയർ എഴുതാനാണ് ആക്ടിവിറ്റി എ വരുന്നത്. ആക്ടിവിറ്റി ബി കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ടാണ്. ഇതിൽ ഐസ് ക്യൂബ് അബ്സോർബ് ഹീറ്റ് വാട്ടറായി മാറുന്നു. വാട്ടർ അബ്സോർബ് ഹീറ്റ് സ്റ്റീമായിട്ട് മാറുന്നു. സ്റ്റീം റിലീസ് ഹീറ്റ് വാട്ടറായി മാറുന്നു. വാട്ടർ റിലീസ് ഹീറ്റ് ഐസ് ക്യൂബായിട്ട് മാറുന്നു. ഏഴാമത്തെ ആക്ടിവിറ്റി, പോളിനേഷൻ ഇൻ വീറ്റ് പ്ലാന്റ് take place through wind. Write two peculiarities of wheat flower in which pollination takes place through wind. B question, listen to what vanilla plant wants to tell you. The white colored part seen in me is not my flower. അതിൻ്റെ ഫ്ലവർ അല്ല. Which part of the plant is seen in white color? ഏത് പാർട്ടാണ്? അടുത്തുള്ള ലീവ്സ് സറൗണ്ടിങ്, അതായത് പൂവിന് ചുറ്റുമുള്ള ലീവ്സ് ആണ് വൈറ്റ് കളറിൽ കാണുന്നത്. How does this part help the plant? എന്തിനാണ് പോളിനേഷനെ സഹായിക്കുന്നത്? അത് എഴുതാനുള്ളതാണ്. നെയിം എ പ്ലാന്റ് ഇൻ വിച്ച് മോത്ത് ഹെൽപ്പ് ഇൻ ഇറ്റ്സ് പോളിനേഷൻ. പോളിനേഷനെ സഹായിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? പംകിൻ, റോസ്, ഇതെല്ലാം പോളിനേഷനെ സഹായിക്കുന്ന. ആക്ടിവിറ്റി 8, ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ചേഞ്ച് ഇൻ ടു 2 ഗ്രൂപ്പ്സ് ആൻഡ് ഗീവ് സ്യൂട്ടബിൾ ഹെഡിങ്. ഹെഡിങ് എന്തൊക്കെ കൊടുക്കാം? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും കൊടുക്കാം. അതിൽ റസ്റ്റിംഗ് ഓഫ് അയൺ കെമിക്കൽ ചേഞ്ച് ആണ്. വാട്ടർ ബിക്കം വാട്ടർ വേപ്പർ ഫിസിക്കൽ ചേഞ്ച് ആണ്. മാംഗോ റൈപ്പൺ കെമിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ഷുഗർ ഫിസിക്കൽ ചേഞ്ച്. ടീയറിംഗ് ഓഫ് പേപ്പറും ഫിസിക്കൽ ചേഞ്ച്. മെൽറ്റിംഗ് ഓഫ് വാക്സും ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എല്ലാം ഒരിടത്ത് എഴുതുക, കെമിക്കൽ ചേഞ്ച് എല്ലാം ഒരിടത്ത് എഴുതുക. ഓക്കെ. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ടു പെക്യുലാരിറ്റീസ് ഈച്ച് ഓഫ് ചേഞ്ച് ഹാപ്പനിങ് ഇൻ ദീസ് 2 ഗ്രൂപ്പ്സ്. ഇതിലുണ്ടാകുന്ന 2 പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല, നിറം മാറുന്നു, നിറം മാറുന്നില്ല, അതെങ്ങനെയാണോ അതിൻ്റെ അവസ്ഥ മാറുന്നു, അവസ്ഥ മാറുന്നില്ല, അങ്ങനെ തിരിച്ചെഴുതുമല്ലോ, അത് എഴുതാനുള്ളതാണ്. ഓക്കെ, ഇതായിരുന്നു ആക്ടിവിറ്റി 8. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.